റോപ്പ് സംഗീതജ്ഞനായ അല്ലെങ്കിൽ ഗായകനായ വേടൻ വീണ്ടും വിവാദത്തിൽ ചെന്നപ്പെടുകയാണ്. ഇന്നലെ തൃക്കാക്കര പോലീസ് കേസെടുത്തു. പല പ്രാവശ്യങ്ങളായി ആ യുവ ഡോക്ടറിൽ നിന്ന് 30,000 രൂപ മേടിച്ചിരിക്കുന്നു. 5 പ്രാവശ്യം അവരെ ഫ്ലാറ്റിൽ പോയി അവരെ ശാരീരികമായി അവരുമായി ബന്ധം വെച്ചു. അവരെ ഓരോ പ്രാവശ്യവും കല്യാണം കഴിച്ചുകൊള്ളാമെന്ന് പറഞ്ഞു പറ്റിച്ചു. 5-ാം തവണ അത് ചോദിക്കുമ്പോൾ ബലാത്സംഗ രൂപത്തിൽ അവരെ ഉപദ്രവിച്ചു. അങ്ങനെ വലിയ കേസാണ് വേടനെതിരെ വന്നിരിക്കുന്നത്. 10 വർഷം വരെ തടവിൽ കിടക്കാൻ കഴിയുന്ന ജാമ്യം കിട്ടാത്ത വകുപ്പാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷേ സുപ്രീം കോടതിയുടെ ഒരു വിധിയുണ്ട്. ഒരു റേപ്പ് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ബലാത്സംഗം എന്ന് പെൺകുട്ടി അല്ലെങ്കിൽ ഒരു സ്ത്രീ അഭിപ്രായം പറയുമ്പോൾ അതൊരു ഇൻറ്റൻഷനായിട്ടുള്ള ആയിരിക്കണം. കാര്യം ഉഭയകക്ഷി സമ്മതപ്രകാരം എവിടെയെങ്കിലും ഹോട്ടലിലോ എവിടെയെങ്കിലുമൊക്കെ പോവുകയും പിന്നീട് അതിനെ സംബന്ധിച്ച് ബഹളം ഉണ്ടാക്കുകയും ചെയ്യുന്നത് ശരിയല്ല എന്നൊരു വാദം വന്നിട്ടുണ്ട്. എന്തായാലും സമഗ്രമായ അന്വേഷണം എസ്.പിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ചിട്ടുണ്ട്. ഞാൻ ഇതിനകത്ത് വീഡിയോ ചെയ്യുന്ന അത് പറയാനല്ല. നമ്മളിപ്പോൾ ഓരോ കാലഘട്ടത്തിൽ ഓരോരുത്തർ ഉയർന്നു വരും. ജാസി ഗിഫ്റ്റ് ഒരു കാലഘട്ടത്തിൽ ഉയർന്നു വന്നു. വലിയ ആരാധകരായിരുന്നു ജാസി ഗിഫ്റ്റിനുണ്ടായിരുന്നത്. അതുപോലെ ജാസി ഗിഫ്റ്റ് പോവുകയും ചെയ്തു. യുവ ജനറേഷനെ സംബന്ധിച്ച്, യൂത്തിനെ സംബന്ധിച്ചിടത്തോളം, ന്യൂജനെ സംബന്ധിച്ചിടത്തോളം ഓരോരുത്തരിങ്ങനെ ഹിപ്പി ഇങ്ങനെയൊക്കെ തുടങ്ങി ഓരോരുത്തരിങ്ങനെ വരും. അപ്പോൾ അവർ വരികയും ഇൻസ്റ്റഗ്രാമിലും സോഷ്യൽ മീഡിയയിലും ഫേസ്ബുക്കിലും വാട്സപ്പിലും എക്സിലും ടെലഗ്രാമിലും ഒക്കെ വലിയ തോതിൽ യുവാക്കളെയും യുവതികളെയും സ്വാധീനിക്കും. ശരിക്കും പറഞ്ഞാൽ ഇവരൊക്കെ നല്ല പണമുണ്ട്. ഇങ്ങനെ നടക്കുന്ന ആളുകൾ നല്ല പണമുണ്ടാക്കുകയും ജീവിതം ആസ്വദിക്കുകയും ചെയ്യുകയാണ്. അവർ നല്ല ഹോട്ടലിൽ താമസിക്കുന്നു, ഒരുപാട് സ്ത്രീകളെ അവർക്ക് ആരാധകരെ കിട്ടുന്നു, പുരുഷന്മാരെ കിട്ടുന്നു, നല്ല ഭക്ഷണം കഴിക്കുന്നു, നല്ല വാഹനത്തിൽ സഞ്ചരിക്കുന്നു. അവർ വേറെ തലത്തിലേക്ക് മാറിയാണ് പോകുന്നത്. പക്ഷേ ഇത് കണ്ടിട്ട് ഒരു ഗതിയും പരഗതിയും ഇല്ലാത്ത കുട്ടികൾ, ഒരു ജോലിയും ഇല്ലാത്ത കുട്ടികൾ, വിദ്യാഭ്യാസം ചെയ്ത് വെറുതെ വീട്ടിലിരിക്കുന്ന കുട്ടികൾ, എന്തെങ്കിലും ഒരു ജോലി ചെയ്ത് 4 രൂപ ഉണ്ടാക്കണമെന്നുള്ള ചിന്ത ഇല്ലാതെ, അല്ലെങ്കിൽ പഠിക്കുന്ന കുട്ടികൾ 4 അക്ഷരം പഠിച്ച് നല്ലൊരു ഡിഗ്രി എടുത്ത് എങ്ങനെയെങ്കിലും അച്ഛനും അമ്മയ്ക്കും ഉതകുന്ന, അല്ലെങ്കിൽ നാട്ടുകാർക്കും കുടുംബത്തിനുമൊക്കെ വേണ്ടപ്പെട്ടവരായി മാറുന്നതിന് പകരം ഇതിൻ്റെ എല്ലാം പുറകെ നടന്ന് കുടുംബവും നാശപ്പെടുത്തി പോകുന്ന രീതി കാണുന്നുണ്ട്. അത് വളരെ ഗൗരവമാണ്. നമുക്കൊരു സംഗീതം എന്നുള്ള നിലയിൽ, പാട്ടെന്നുള്ള നിലയിൽ, ഗാനം എന്നുള്ള നിലയിൽ പലതും കേൾക്കാം, ആസ്വദിക്കാം. പക്ഷേ അതിന് അത്രേ ആയുസുള്ളൂ എന്ന് നാം മനസ്സിലാക്കുക. പലപ്പോഴും ഇതങ്ങനെ അല്ല. പലരും ഫോളോവേഴ്സായിട്ട് വരുന്നുണ്ട്. നോക്കൂ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും CPM ഒക്കെ ശക്തമായിട്ടാണ് ആദ്യം വേടനെ എതിർത്തത്. പിന്നീട് അവരെ കൂടെ വന്ന് വേടനാണ് എല്ലാം എന്ന് പറഞ്ഞ് വന്നു. ഇപ്പോൾ എന്താണ്, അവർക്കൊന്നും ശബ്ദമില്ല, ആരും ഒന്നും പറയുന്നില്ലല്ലോ. എല്ലാവരും UDF-ഉം LDF-ഉം എല്ലാവരും, എനിക്ക് തോന്നുന്നു കുറച്ച് ഹൈന്ദവ സംഘടനകൾ ഒഴിച്ച് ബാക്കി എല്ലാവരും വേടൻ വലിയ ആളാണ്, വേടനെ ഉയർത്തിക്കൊണ്ടുവരണമെന്ന് പറഞ്ഞ് വലിയ ആവേശമുണ്ടാക്കി. ഇപ്പോൾ എന്താ ഈ കാര്യങ്ങൾ? അപ്പോൾ നമ്മൾ എത്രത്തോളം ഉയരത്തിൽ കയറാൻ ശ്രമിക്കുമോ പിന്നെ വീഴുന്ന വീഴ്ച വളരെ വലുതായിരിക്കും. അതുകൊണ്ട് വേടൻ്റെ ഫോളോവേഴ്സൊക്കെ ചെയ്യുന്ന ആരും ഫോളോ ചെയ്യണ്ടെന്നോ പിറകോട്ട് പോകണമെന്നോ ഒന്നുമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ വരുമ്പോൾ അത് ശ്രദ്ധിക്കണം. അത് നമുക്കൊരു പാഠമാണ്. നാം ഒരു സമൂഹത്തിൽ നിന്ന് പ്രവർത്തിക്കുമ്പോൾ നമുക്ക് ഒരുപാട് കലാകാരനായാലും സാഹിത്യകാരനായാലും എത്രയോ ആളുകളുണ്ട്. ഇവിടെ യേശുദാസിനെ പോലെയുള്ളവർ, AR റഹ്മാനെ പോലെയുള്ള എത്ര വലിയ വലിയ കലാകാരന്മാരുള്ള നാടാണ് നമ്മുടെ നാട്. ചെറിയ നാടല്ല. അതുപോലെ സിനിമാ മേഖല എടുത്തോളൂ, സാഹിത്യ രംഗം എടുത്തോളൂ, കായിക രംഗം എല്ലായിടത്തും. പക്ഷേ അവരെല്ലാം സ്വകാര്യ ജീവിതമെല്ലാം 100% കറക്റ്റൊന്നും ആയിരിക്കത്തില്ല. പക്ഷേ എങ്കിൽ പോലും ഒരു ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ അവർക്കറിയാം. നന്നായി ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ അറിയാം. അങ്ങനെ കൊണ്ടുപോകാത്ത വന്ന് ആളുകളെ ചതിക്കുകയും വഞ്ചിക്കുകയും പറ്റിക്കുകയും ട്രാപ്പ് ചെയ്യുകയും റേപ്പ് കേസിൽ പെടുത്തുകയും ഒക്കെ ചെയ്യുന്നത് ഗുരുതരമായ ഒരു സാമൂഹ്യമായ തിന്മയാണ്. ഒരു വശത്ത് നവോത്ഥാന കാര്യങ്ങൾ പറയുകയും പൊയ്കലപ്പച്ചൻ്റെ പാട്ടുമൊക്കെ പാടുകയും നല്ല കവിതകൾ എഴുതുകയും ഗാനങ്ങൾ എഴുതുകയും അത് സമൂഹത്തെ സ്വാധീനിക്കുന്ന നിലയിൽ അപാലവൃത്ത ജനങ്ങളെയും പ്രത്യേകം ന്യൂജനെയൊക്കെ സ്വാധീനിക്കുന്ന നിലയിൽ അത് അവതരിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന ഒരാൾ ഇങ്ങനെ പോകുന്നത് വളരെ കഷ്ടമാണ്. അത് കണ്ടുകൊണ്ട് നമ്മുടെ ന്യൂജൻ കുട്ടികൾ കുടുംബവും വേണ്ട, അച്ഛൻ വേണ്ട, അമ്മ വേണ്ട, മക്കളും സഹോദരങ്ങളൊന്നും വേണ്ട, ഞങ്ങൾക്കൊരു മൊബൈൽ ഫോണും ഇതുപോലത്തെ കുറേ ആളുകളും മതി എന്ന് വിശ്വസിക്കുന്നത് വലിയൊരു കഷ്ടമാണ്. അതിലേക്ക് നിങ്ങൾ എടുത്തു ചാടരുത് എന്ന് മാത്രമാണ് ഈ വിഷയം സൂചിപ്പിക്കുന്നത്. കേസാണ്, അത് തെളിയിക്കപ്പെടേണ്ടതാണ്. ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല, അദ്ദേഹം വീട്ടിലില്ല എന്നൊക്കെയാണ് സഹോദരൻ പറഞ്ഞതായിട്ടാണ് ചാനലുകളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. എന്തായാലും ഒളിവിലാണോ എന്നറിയില്ല. തീർച്ചയായും അദ്ദേഹം നിയമത്തിന് മുന്നിൽ വരട്ടെ, കേസ് നേരിടട്ടെ. നിരപരാധിയാണെങ്കിൽ നിരപരാധിത്വം തെളിയിക്കട്ടെ.